നമസ്കാരം, ഞാൻ ദിനേശാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചെടി ഫേൺ ആണ്. നമ്മളെ പന്നൽ ചെടികളുടെ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ പന്നൽ ചെടികൾ എന്ന് പറയുന്ന ചെടികളാണ്. ഇത്തരം ചെടികൾ കാണുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് കിണറിന്റെ വക്കത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെടികളല്ലേ? അത് തന്നെയാണ്. പക്ഷെ ആ ചെടി ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വൈൽഡ് പ്ലാന്റുകളാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പായിട്ട് കിണറിന്റെ ചുറ്റും നിറഞ്ഞിരിക്കും. ഇതെന്താ വെച്ചാൽ കിണറിന്റെ ചുറ്റും എപ്പോഴും ഈർപ്പമുള്ളത് കൊണ്ട് ആ ഈർപ്പം വലിച്ചെടുത്ത് വളരും. പിന്നെ ചുമരിന്റെ ഭിത്തിയിലുള്ള മണ്ണിൽ നിന്നുള്ള വളങ്ങള്, ഇല ചീഞ്ഞ് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വളങ്ങൾ, ഇതൊക്കെ വലിച്ചിട്ടാണ് കിണറിൽ വരുന്നത്. ആരും കിണറിൽ വളമൊന്നും കൊടുക്കില്ല, പക്ഷെ നല്ല ഗ്രോത്ത് ആയിട്ടും. പിന്നെ ഇത് വംശവർദ്ധനം നടത്തുന്നത്, അതിൽ നിന്നുള്ള ഫേണിന്റെ വിത്തുകൾ, സ്പാറുകൾ പുറത്തേക്ക് വന്ന് കിണർ ഭിത്തിയിൽ തന്നെ ഒട്ടിപ്പിടിച്ച് ധാരാളം ഉണ്ടാവും. ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഇതിന് വളം നൽകാതെ തന്നെ അതിൽ നിന്നും കൊഴിഞ്ഞു വീണ ഇലകളുടെയും മറ്റും വളവും അന്തരീക്ഷത്തിൽ നിന്നൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഇത് കൂടുതൽ വളരുന്നത്. കാരണം കിണറിന്റെ ഭിത്തിയിലൊക്കെ ഉള്ള അഴുക്കും സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിനെ വളമാക്കി മാറ്റും. അപ്പോൾ ഒരുതരം ശുദ്ധീകരണം പോലെ തന്നെയാണ്. ആ ഭാഗമൊക്കെ നീറ്റായിട്ട് നിൽക്കും. പിന്നെ ഇല കൊഴിഞ്ഞ് കിണറ്റിലേക്ക് വീഴുക, അത് സ്വാഭാവികമായിട്ട് അത് പെട്ടെന്നൊക്കെ അലിഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. എല്ലാ നാടൻ കിണറുകളിലൊക്കെ ഉണ്ടായിരിക്കും. അതിൽപ്പെട്ട ഒരു പന്നൽ ചെടിയാണ്. ഇപ്പൊ ഇവിടെ തന്നെ കുറേ പന്നൽ ചെടി കാണാം. ഇവിടെയുള്ള ഈ ഗ്രൂപ്പ് മുഴുവനും ഈ ഭാഗത്ത് കാണുന്നതാ. ഇത് മുഴുവനും പലതരം പന്നൽ ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല ഭംഗിയുള്ള തരം. പിന്നെ അതിൻ്റെ ഒന്നും പേരൊന്നും ഇപ്പോൾ തൽക്കാലം ഓരോന്നിൻ്റെയും പറയുന്നില്ല. ഈ പന്നൽ ചെടികൾ ഇത്ര ഗ്രോത്ത് ആയിട്ട് ഇവിടെ നിൽക്കാൻ, ഇപ്പോൾ അതിൽ കാണിച്ചു തന്ന ഈ പന്നൽ ചെടികളിലെ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇതൊക്കെ നല്ല ഭംഗിയുള്ള പന്നൽ ചെടി. ഈ പന്നൽ ചെടികൾ ഇത്ര ഗ്രോത്ത് ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വാഭാവികമായും സംഭവിച്ച ഒരു മാറ്റം, ഞങ്ങളെ ടെറസിന്റെ മേലെ കാറ്റ്സ്കോ പരന്ന് അത് ആകെ പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ മുഴുവനായിട്ടും ഡാർക്കായി, UV ഷീറ്റിന്റെ അടിയിൽ മുഴുവനും നിഴല് പോലെയായി മാറി. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പച്ച ഷീറ്റുകളുടെ അടിയിലൊക്കെ ധാരാളമായിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ പന്നൽ ചെടി. പിന്നെ ഈ പന്നൽ ചെടിക്ക് വളം നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും ബെസ്റ്റായിട്ട് പോളിയാർ സ്പ്രേ കൊടുക്കാം. നമ്മൾ 19-19-19 അല്ലെങ്കിൽ 30-10-10 പോലുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. രാസവളങ്ങളാണ്. ജൈവ വളങ്ങളാണെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത്, അതേപോലെ മണ്ണിര കമ്പോസ്റ്റ് എന്ന് കിട്ടുന്ന സ്ലറി, അതിൻ്റെ വെർമി വാഷ് എന്ന വെള്ളം, ഇതൊക്കെ നിങ്ങൾക്ക് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല പച്ചപ്പ് കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ നോക്കുക, ഇതിനൊക്കെ നല്ല പച്ചപ്പ്. പിന്നെ ഇതിൻ്റെ അരിക് കരിയാനുള്ള ഒരു ഇത്, വേനൽക്കാലത്ത് അരിക് കളയും. പിന്നെ ഇതിൻ്റെ പെയിൽ ഗ്രീൻ കളർ കൃത്യമായി നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇത്, എപ്സം സാൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റ് ഡയലൂട്ട് ചെയ്തിട്ട് ഒരു 1/2 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ നല്ല പച്ചപ്പ്, ഹരിതാപകമായ ഭംഗി എന്നൊക്കെ പറയുന്ന ഭംഗിയിൽ ഇത് നിൽക്കും. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഫേണൊക്കെ നോക്കുക. ഈ ഫേണിൻ്റെ ഒക്കെ ലീഫ് വളരെ ലെങ്തി ആയിട്ടുള്ള ലീഫുകളാണ്. ഇങ്ങനെ ഇത് ഈർപ്പം അടിയിൽ, നിലത്ത് ഈർപ്പവും മുകളിലൂടെ വെള്ളത്തിൻ്റെ നനവും കൂടുതൽ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഫേൺസ് നന്നായി വളരും. ഞാനിത് പറയാൻ കാരണം, ഈ ഫ്ലോറിസ്റ്റുകൾ, ബൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഫേണുകളുടെ ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഒരു സ്പ്ലിറ്റഡ്, നമ്മളെ ഈ ഗപ്പിയുടെ ഒക്കെ വാലിൻ്റെ സ്പ്ലിറ്റഡ് വാലുകളുള്ള ഗപ്പികളുണ്ട്, അതിൻ്റെയൊക്കെ വാല് പോലെ ഒരു ലീഫിൻ്റെ ഒരു പോയിൻ്റാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഫേൺസ് നിങ്ങൾ നന്നായിട്ട് വളർത്തി കൊടുക്കുകയൊക്കെ ആണെങ്കിൽ, അതായത് നീളമുള്ള ഫേണിൻ്റെ ഈ ലീഫ് നല്ല നീളത്തിലൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരു ലീഫിന് നല്ല വില കിട്ടും കേട്ടോ. ഞാനത് പറയണത്, ഇതിന് ഇത്രയും നീളം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ സാധാരണ തൂക്ക് ചട്ടിയിൽ, ചെറിയൊരു ചട്ടിയിലാണ് ഇത്ര നീളമുണ്ട്. എൻ്റെ കയ്യിലുള്ളത് മുന്നേ ഉണ്ടായിരുന്ന വലിയൊരു ഫേണ് വലിയ ചട്ടിയിൽ സെറ്റ് ചെയ്തായിരുന്നു. ഏകദേശം അതിൻ്റെ സർക്കിൾ നോക്കുകയാണെങ്കിൽ 3 മീറ്ററിലായിരുന്നു അതിൻ്റെ സർക്കിളായിട്ട്. ഡയമീറ്റർ, അതായത് റേഡിയസ്, ഡയമീറ്റർ 3 മീറ്ററിലേക്ക് ആ ഫേണിൻ്റെ. അതെന്താ വെച്ചാൽ വലിയൊരു ചെടിച്ചട്ടിയിൽ നല്ലോണം വളം കൊടുത്ത് നേരപ്പോൾ അതിൻ്റെ ലീഫ് ഏകദേശം 1.5 മീറ്റർ നീളത്തിലേക്ക് വളർന്നു നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫേണ് നിങ്ങൾ അലങ്കാരത്തിനായിട്ട് തൂക്കുചട്ടിയിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ സാധാരണ രീതിയിൽ കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് തൂക്കുചട്ടിയിൽ അതിന് ലിമിറ്റ് വളം കൊടുക്കാമുള്ളൂ. പിന്നെ മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം അതിൻ്റെ ഉള്ളിലേക്ക് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നാൽ നിങ്ങൾ നിലത്ത് ഒരു ചട്ടിയിലാണ് വെക്കണമെങ്കിൽ ആദ്യം ഈ ഫേൺ വളർത്തുമ്പോൾ ആ പോട്ടിംഗ് മിക്സിൻ്റെ ഒപ്പം കുറച്ച് വാമ് കൊടുക്കുക. എന്നിട്ട്
നനവുള്ള ഈർപ്പുള്ള ഈ കറുത്ത ഷീറ്റൊക്കെ അറിയില്ലേ, ഗാർഡനിൽ വിരിക്കുന്ന നെറ്റ് പോലത്തെ ഷീറ്റ്, അത് നിലത്ത് വിരിക്കുക. അത് വിരിച്ചതിന് ശേഷം വലിയ ചട്ടി 100, 150, 200 രൂപയുടെയൊക്കെ പ്ലാസ്റ്റിക് ചട്ടിയിൽ പോട്ടിംഗ് മിക്സ്, മണല് കിട്ടുന്നില്ലെങ്കിൽ സാധാരണ മണ്ണ് മതി, മണ്ണ്, ചകിരിപ്പൊടി, വാമ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പ് മണ്ണാക്കി, ഇതൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി നിറയ്ക്കുക. എയറേറ്റഡ് ലൂസ് ആയിട്ടുള്ള മീഡിയം ആണ്, അടീനിയം പോലെ ലൂസ് ആയിട്ടുള്ള മീഡിയം നിറയ്ക്കുക. ഫേൺ നടുക. ഫേൺ നട്ടിട്ട് നിങ്ങൾ ഈ കറുത്ത ഷീറ്റ് നിലത്ത് വിരിക്കുക. അപ്പോൾ കറുത്ത ഷീറ്റ് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഗാർഡനിലൊക്കെ വിരിക്കുന്ന കറുത്ത ഷീറ്റ്, മടങ്ങി കിടക്കില്ലേ, ഇങ്ങനത്തെ കറുത്ത ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾ ഈ അതിൻ്റെ മേലെ ചട്ടി വെച്ചിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ ഈ കറുത്ത ഷീറ്റ് അവിടെ കിടക്കുമ്പോൾ ഇത്തരം ഫേൺസിന്റെ ഈ ചട്ടിയുടെ അടിഭാഗത്ത് എപ്പോഴും ഈർപ്പം ഉണ്ടാവാനുള്ളൊരു കാരണമാണ്. അതായത് ചട്ടിയുടെ അടിയിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാവും. ഈ ഈർപ്പം എപ്പോഴും ചട്ടിയുടെ അടിയിലുള്ള സമയത്ത് ഫേൺ ഭയങ്കര വളർച്ച കേട്ടോ. ഇനി ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ചട്ടിക്ക് നല്ല വളർച്ച ഉണ്ടായ മറ്റൊരു റീസൺ കൂടി പറയാം. ഒരു ചെടിച്ചട്ടി വെക്കുന്ന ആ ചെടിച്ചട്ടിയുടെ അടിയിൽ ഒരു വലിയ ബേസിൻ വെച്ചിട്ട് ആ ബേസിന്റെ ഉള്ളിൽ സ്റ്റാൻഡ് പോലെ ഒരു സാധനം ഫിറ്റ് ചെയ്ത് അതിന്റെ മേലെ ചട്ടി വെച്ചു. അപ്പൊ ഈ വെള്ളം എപ്പോഴും കെട്ടി നിൽക്കുക. ആ വെള്ളം കെട്ടി നിൽക്കണതിൽ കുറച്ച് ഗപ്പീനി ഇട്ടു, ഗപ്പീനി ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഫേണ് ഈ ബേസിനകത്ത് 4 ഇഷ്ടിക പോലെ വെച്ചിട്ട് അതിന്റെ മേലെയാണ് അവർ ചട്ടി വെച്ച്. അപ്പൊ എന്ത് സംഭവിച്ചാൽ ഈ വേരുപടൽ നല്ല തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ ചട്ടിയുടെ അടിയിലേക്ക് ഊറും. അപ്പൊ ഈ വെള്ളത്തിന്റെ സാന്നിധ്യം അവിടെ വെള്ളത്തിലേക്കും തട്ടിക്കെടുക്കുന്നതുകൊണ്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കാനല്ല പറയട്ടോ, വെള്ളം ആ ഭാഗത്ത് ഉണ്ടായിരിക്കണം, നനവ്. ഇങ്ങനെ ഫേൺ വളർത്തിയാൽ നിങ്ങൾക്ക് അതൊരു ആദായകരമായ മാർഗമാക്കി മാറ്റാം. ധാരാളം ഫ്ലോറിസ്റ്റുകൾക്ക് ഈ ഫേണിന്റെ നല്ല ലീഫ് ഉണ്ട്. പിന്നെ ഈ ലീഫിനൊന്നും കേടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് ഇടയ്ക്ക് അതിന്റെ ഫംഗസ് ബാധയ്ക്കുള്ള മരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ സ്വാഭാവികമായി വേപ്പെണ്ണ പോലെ സാധനങ്ങളോ നിങ്ങൾ ഇതൊന്ന് സ്ഥിരമായി അടിച്ചു കൊടുത്താൽ ഇലയ്ക്കൊന്നും പൊട്ടോ കേടോ ഒന്നും ഉണ്ടാവില്ല. കേടുകൂടാത്ത ഇലകൾ ധാരാളമായിട്ട് ഫ്ലോറിസ്റ്റുകൾ മേടിക്കും. അപ്പൊ ഈ ഫേൺ നിങ്ങൾക്ക് വളർത്തുന്ന ആളുകൾ തൂക്കുചട്ടിയിൽ ഇതേപോലെ ചെറുത് വെക്കാതെ വലിയ ചട്ടിയിലേക്ക് വെക്കാം. അല്ലെങ്കിൽ നിലത്ത് ധാരാളം കരിയിലകൾ നിക്ഷേപിച്ച കുഴിയിലും ഫേൺ വെച്ചിട്ട് കയർ കെട്ടി ലൈനാക്കി വെച്ചു കൊടുത്താൽ നല്ല ഗ്രോത്ത് കിട്ടും, നല്ല വരുമാനമാക്കാം. ഈ വിവരം നിങ്ങൾക്ക് ഗുണകരമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്തിക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് പറയുക. നിങ്ങളെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.